ചക്കാട്ടമ്മേ, ചക്കാട്ടമ്മേ. ഓ, എന്ത് പറ്റി സുശീല? ആ കുര്യച്ചന്റെ ആൾക്കാർ തല്ലി ചതച്ചതാ. അയ്യോ, എന്റെ ചക്കാട്ടമ്മേ, എന്റെ ഭഗവതി. അയ്യോ, ഓ, നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി. ആ കുര്യച്ചനെ വെറുതെ വിടരുത്. എന്നാ കാര്യത്തിനാ? ഇവനിവന്റെ തോന്നിയാസത്തിന് പോയി കൊണ്ടതല്ലേ? അവളുടെ വാക്കും കേട്ടിച്ച് നമ്മളെ പറഞ്ഞു വിട്ടപ്പോഴും വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചുകൊണ്ടിരാനുള്ള പോക്കായിരിക്കും. മേടിച്ചോണ്ട് വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ചുമന്നോണ്ട് വരാൻ കുറെ ആൾക്കാരും. ഇറങ്ങിപ്പോടാ. വാടാ. മോനെ, നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇന്ന് രാത്രി കുര്യച്ചനെ ഞങ്ങൾ തല്ലിയിരിക്കും. അതെ, ഗോപനെ തൊട്ടാ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവൻ ഇന്നറിയും. ചെല്ലടാ, നീയൊക്കെ പോയ ഉണ്ടാക്ക്. എടാ ഗോപ, ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം. കണ്ണീ ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അതോ നിനക്ക് വേണ്ടി ജീവിക്കണോ എന്ന്. വന്നേക്കുന്നു. നീ അവനെ വിടാനോ പറഞ്ഞ? എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇന്ന് എന്നെ കയ്യിൽ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം. അതിനുവേണ്ടിയില്ല അവളോട് മോശമായിട്ട് പെരുമാറിയത്. എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഒരു അനിയനെയല്ല, കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള്. കൂടപ്പിറപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട. സുശീലിനും ചന്ദ്രനും ചെല്ല്. കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. വാടാ. ചേട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി. എന്താ വേണ്ടേ? നീ അടിച്ചിടോ ചക്കക്കൂട്ടം ശരിക്കൊന്ന് ചവിട്ടിക്കുട്ടിയ പിന്നെ പെറുക്കിയെടുക്കാൻ നിന്റെ ചുള പോലും കാണത്തില്ല. കേട്ടോടാ. മുതലാളി, എന്തെങ്കിലും പറ്റിയോ മുതലാളി? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചക്കാട്ടമ്മോ, ഗോപനിപ്പോ എഴുന്നേറ്റ് നടക്കാവോ അതോ ആരെങ്കിലും പിടിച്ച് നടത്തിക്കണോ? ഇങ്ങനെ അവൻ എഴുന്നേറ്റില്ല. ഞാൻ വിളിക്കാം. ഗോപാ, ഗോപാ, നിന്നെ കാണാൻ തന്നെ കപ്പേരിയേട്ടൻ വന്നിരിക്കുന്നു. ആ ചൂലിങ്ങിതാ, ഞാൻ അടിക്കാം. ചക്കാട്ടം അവിടെങ്ങാനും പോയിരുന്നു. ഒരു സഹായത്തിനൊരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല. കാണ്ടിരിക്കുന്നു. വീട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം? അതും ഇല്ല. ഷാപ്പിന് പ്രയോജനമുണ്ട്. ഗോപനെ കാണാൻ വന്ന കണ്ടേച്ച് പോണം. കേട്ടല? പോട്ടെ വിജയ, ഒരു കളിത്തമാശ പറഞ്ഞതല്ലേ. തമാശ. മോനെ പതുക്കെ, അമ്മ പിടിക്കാം. അവിടെ ഇരിക്കും. എത്ര എണ്ണം കിട്ടി? എണ്ണി നോക്കാൻ പറ്റിയില്ല, രാത്രിയായി പോയില്ലേ. അതില് വിഷമിക്കണ്ട. എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ. അല്ല, മണീൻ എങ്ങോട്ട് പോയി ചക്കട്ടമ്മേ? അയ്യോ, അത് പറയാൻ മറന്നുപോയി. അവനേ മാമച്ചനെയും കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുക. ഓ, അപ്പൊ ഉടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും. അയ്യോ, തല്ലല്ലേ വിജയ, അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞതല്ലേ. അല്ലല്ലോ ഇയാളെ ഞാൻ തല്ലത്തില്ല.
അത്താണിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ പിന്നെ മിണ്ടൂരിയടാ. അമ്മച്ചിയേ തല്ല് വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പോക്കോ, ഞാൻ വന്നേക്കാം. വാ മനുഷ്യ, പറയട്ടെ, വന്നേ മനുഷ്യ, വാ ഇങ്ങോട്ട്. ഈ മനുഷ്യൻ തല്ലു ചോദിച്ചു മേടിക്കും. എടി ചോദിച്ചാമോ, അവൻ പെണ്ണ് കാണാൻ പോയത് നന്നായി. അതെന്താ നോക്കൊരു മലമാറ്റം? എടി അവനൊരു വെടിമരുന്നാ. കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടെ ഒരു ചക്ക വീഴും. ഒന്റെ കർത്താവേ, ഒന്ന് വീഴ്ചേക്കണേ. ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല, നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജേ. ഗൾഫിലാ? അല്ല അത് പിന്നെ എന്തിന് ഗൾഫിൽ പോണം? കണ്ണെത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. വേമ്പനാട്ട് കായലോ? എന്റെ അമ്മാവ, ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ട് കായൽ മതി. അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക. പിന്നെ എന്തിന് ഗൾഫിൽ പോണം? ആ പറഞ്ഞത് ശരിയാ. ആണോ? അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പഠിത്തം നിർത്തി. ആലപ്പുഴയിലെ ബാസ് ഡോക്ടർ വീട്ടിലെ കുശിനിയായിരുന്നു 6-7 കൊല്ലം. അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ചൻ വിട്ടത്. അതും അടുത്ത് അവളിങ്ങ് പോന്നു. ശരിക്കും മാമച്ചനെ കല്യാണ ആലോചനയ്ക്ക് വിളിച്ചല്ല അവള്, ഒരു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ. രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. ജലജയ്ക്ക് മണിയനെ ഇഷ്ടായോ? എന്നാ പിന്നെ ഇവർ രണ്ടുപേരും അകത്ത് പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തിരിക്കാം. അയ്യോ അതിനെന്താ, നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത്. എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി, ശരിക്കും ഇഷ്ടായി, എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഒരു ഉമ്മ വരൂ. പറഞ്ഞിട്ട് പോടൂ. വലിക്കല്ലേ, അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ. അകത്തെന്തായിരുന്നു? എടാ നാറി, അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ല മുള്ളുമുറിക്കലും കാരണം. ഇവൻ പറഞ്ഞ പോലെ എന്റെ സ്വഭാവം ചവിട്ടി കൂട്ടി ഞാൻ. മതി, അതിനേക്കാൾ മോശമായി ഇയാള്. ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക, എന്തായിരുന്നു അകത്ത്? ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. എന്തിനും ഏതിനും മാമച്ചൻ. ജലജേ, എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. 223366. പഴയ പാത്രങ്ങളിൽ അലുമിനിയം, ചിമ്മി, പിത്തള, ഓടി പഴയ. ആരാടിയ വിരുന്നുകാര്? ബന്ധുക്കളുണ്ടായിട്ട് വേണ്ടേ വിരുന്ന് വരാൻ? ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനാദ്യമായിട്ട് കാണുന്നു. ചേച്ചി നാടകമൊക്കെ ഉണ്ടോ? കൊറേ നാളുകൂടി ഇന്ന് മാരാരിക്കുളത്തൊരു കളിയുണ്ട്. കൊച്ചിൻ സംഗമിത്രയുടെ നാടക, ഗ്യാപ്പ് കളിയാ. നിങ്ങൾ നാടകം ബുക്ക് ചെയ്യാൻ വന്നതാ? അല്ല, ഒരു പ്രോഗ്രാം ചെയ്യാൻ ജയശ്രീ കിട്ടുമെന്ന് അറിയാമെന്ന്. ഞങ്ങള് കവലക്കൽ കുര്യച്ചന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. വൈകിട്ട് കുറച്ച് സിനിമാക്കാരാ ഗസ്റ്റ്. പുതിയ പടത്തിന്റെ പാട്ട് കമ്പോസിംഗാ. ഡയറക്ടർ കമൽ സാറാ. കമലിക്കോ? അയ്യോ, നിനക്കറിയാവോ? ഇല്ല, പണ്ട് ചമ്പക്കുളം തച്ചന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ, പറ്റിയില്ല. ഇന്ന് പരിചയപ്പെടാല്ലോ. ആ ആശം പിടിക്കാൻ ഇന്ന് എനിക്ക് നാടകം ഉണ്ടല്ലോ. പുതിയ പടത്തിൽ നായിക ആയിട്ടില്ലെന്നാ കേട്ടത്. ജയശ്രീയുടെ ഡാൻസ് എങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട. എന്റെ മനസ്സിലെ ആഗ്രഹം അത്. നീ പൊയ്ക്കോ, ഞാൻ ഇവളെയും കൊണ്ട് പൊയ്ക്കോളാം. അമ്മ ഇങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വരാൻ വാ. ഇപ്പൊ വരാമേ. എന്താടി? പറയാം, വാ. ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു, അത്ര തന്നെ. കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണണം. ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും. അത് മാത്രമല്ല, സിനിമയിൽ ഒരു അവസരം കിട്ടിയ എന്താ പുളിക്കുവോ? നമ്മളും രക്ഷപ്പെടും. പറഞ്ഞു കൊടുക്ക്, ഇവളുടെ തലമണ്ട കയറട്ടെ. ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോണ്ടി വരും. ഞാൻ വരത്തില്ല. ഇവളെ ഞാനിന്ന് കൊല്ലും. എന്റെ പൊന്നു രേവമി ഒന്നും മിണ്ടാതിരിക്കും, പുറത്ത് ആളുണ്ട്. ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് 10 കാശ് ഉണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന. ഇന്നയക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ. നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മിണ്ടാതിരിക്ക. നീ ചെന്ന് വിളിച്ചു ചോദിക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചെല്ല്. അതെ, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അതാ മര്യാദ. പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ കാട്ടിയിട്ടില്ല. മരിച്ചുപോയ എന്റെ ഭർത്താവ് പോലും. വിളിക്കട്ടെ, അവളായിട്ട് മര്യാദ കാട്ടണ്ട. വിളിച്ചു ചോദിക്കട്ടെ. കുര്യച്ചന്റെ ബോട്ടിലോ? അതെ, നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോകേണ്ടി വരും.
അല്ലാതെ അമ്മ സമ്മതിക്കില്ല. ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല. ഉണ്ടാവുമല്ലോ അല്ലേ? നോക്കട്ടെ, ഞാൻ വിളിക്കാം. എളുപ്പം വിളിക്കണേ. ആ ശരി. ശരി. എന്നാ പറഞ്ഞു? ഒരു മീറ്റിംഗിലാ, ഇപ്പൊ വിളിക്കും. അവന്മാരപ്പുറത്ത് കിടന്ന് കയറ് പൊട്ടിക്കുക. എന്നാ പറയണം? വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ. അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവോ? ഉണ്ടാവും. ഉറപ്പാണോ? ആ ഹലോ. ഗസ്റ്റ് ഉണ്ട്, വൈകിട്ട് റെഡിയായി നിൽക്കണേ. ആ ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും. ഇന്ന് അമ്മയ്ക്ക് നാടകമുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി. ഞാൻ പോയി പറയട്ടെ.